നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളില്ലേ? എന്താ ചേച്ചി? പൊന്നായും പണമായും എത്ര നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് ഇന്ന് തന്നെ ഞങ്ങൾക്ക് വാക്ക് തരണം. ഗിരിജെ, ഇത് മിണ്ടരുതെന്ന് പറഞ്ഞല്ലേ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. നീ പിന്നെയും തുടങ്ങിയോ? അമ്മേനെ ഒന്നും മിണ്ടി പോകരുത്. മിണ്ടും. നിങ്ങൾക്ക് അച്ഛനും മോനുവേ താലികെട്ട് മാത്രം അങ്ങ് നടന്നാ മതിയായിരിക്കും. പക്ഷെ എനിക്കേ എന്റെ മകൻ താലി കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ കഴുത്തില് എത്ര പവൻ സ്വർണം കാണുമെന്നൊക്കെ എനിക്ക് അറിയണം. ദൈവമേ, 15 പവനും 5 ലക്ഷം രൂപയും. എന്താ പറഞ്ഞേ? കേട്ടില്ലേ? 15 പവനും 5 ലക്ഷം രൂപയും. രുക്മിണി എന്തായി പറയുന്നേ? നിക്ക് വേണു ചേട്ടാ, കൊറേ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. ദേ ഗിരിജെ, ഞാൻ പറഞ്ഞ സ്വർണത്തിനും തൂക്കത്തിനും പണത്തിനും ഈ വിവാഹം നടത്താൻ ഗിരിജയ്ക്ക് സമ്മതമാണോ? എന്റെ രുക്മിണി ചേച്ചി, ഞങ്ങളുടെ കയ്യിൽ എവിടുന്ന കാശ്? രാധമ്മേ, വാ കേറിയ ദൈവം ഇരയും തരുമെന്ന് കേട്ടിട്ടില്ലേ? ഈ പണം നമുക്ക് സംഘടിപ്പിക്കാം. ഈ കല്യാണം മുടങ്ങാൻ പാടില്ല. എന്താടി, നിനക്കിപ്പോ സമാധാനമായോ? കുറവാ, എന്നാലും ശരി. അളിയോ, എവളിനി വാ തുറക്കില്ല. നമുക്ക് നല്ലൊരു ദിവസം നോക്കി താലി കെട്ടങ്ങ് നടത്താം. ഞാൻ ജോലിസിനെ വിളിക്കാം. എന്തിന്? അളിയൻ ഇവിടെ ഉള്ളപ്പോ എന്തിനാ വേറൊരു ജോത്സ്യൻ? അളിയൻ നല്ലൊരു ദിവസം നോക്കി അങ്ങ് കുറിച്ചാ മതി. രാധേ, നീ ആ പഞ്ചാംഗം എടുത്തേ. ഋതിക മാഡം, അച്ഛാ ഒരു മിനിറ്റ്. മാഡം, മാഡം ഇത് എവിടെയാ? മാഡം എന്താ വരാൻ ഇത്രയും താമസിക്കുന്നത്? രാജു എന്നോടൊന്നും മിണ്ടണ്ട. രാജു എന്നെ ശ്രീയുടെ പെണ്ണുകാണൽ ചടങ്ങിന് ക്ഷണിച്ചോ? അയ്യോ, മാഡത്തിന് എങ്ങനെയാ ഞാൻ? മാഡത്തിന് അറിയാലോ എന്റെ വീട്ടിലെ അവസ്ഥയൊക്കെ. ഇത് തന്നെ അമ്മാവന്റെ മകനായതുകൊണ്ടും സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടുവാ ഇത്രയും പെട്ടെന്ന് തന്നെ പെണ്ണ് കാണൽ വരെ എത്തിയത്. പിന്നെ രമ്യയുടെ അമ്മയാണെങ്കിൽ ഒരു വലിയ തുകയും സ്വർണവും സ്ത്രീധനായിട്ട് കൊടുക്കാന്ന് വാക്കും കൊടുത്തു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കാൻ ഞാൻ. അയ്യോ സോറി രാജു. അല്ല, രാജു എന്തിനാ വിഷമിക്കുന്നെ? രാജുവിന്റെ കൂടെ എന്റെ അച്ഛനില്ലേ? രാജു ധൈര്യമായിട്ടിരിക്കെ. ശരി മാഡം. അല്ല, മാഡം ഇപ്പൊ എവിടെ എത്തി? ഞാൻ ഈ ഗാന്ധി ജംഗ്ഷൻ കഴിഞ്ഞു. എങ്ങനെയാ മാഡം വരുന്നത്? കാറില്. കാറിലോ? ഡ്രൈവറുണ്ടോ? ഞാനാ ഡ്രൈവ് ചെയ്യുന്നത്. മാഡം എന്ത് പണിയായി കാണിക്കുന്നത്? വർമ്മ സാർ എങ്ങനെ അറിഞ്ഞാല്? മാഡം കോൾ കിട്ടിയേ. ഡ്രൈവ് ചെയ്തോണ്ട് ഫോണിൽ സംസാരിക്കണ്ട. പിന്നെ അധികം സ്പീഡൊന്നും വേണ്ട കേട്ടോ. എനിക്കറിയാം രാജു. രാജേഷ്, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഋതുവിന്റെ കാറ് ഇപ്പൊ ഇങ്ങെത്തും. അതേ, അവിടെ എത്തുമ്പോ നീ കൃത്യമായി അതിന്റെ മുന്നിലേക്ക് ചാടണം. ചാടിയിരിക്കണം. ചാടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.